ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താ നിങ്ങളുടെ കാര്യത്തിൽ റിലേഷൻഷിപ്പിൽ അവരുടെ തീരുമാനം, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്താണ്, എന്തെങ്കിലും ഒരു ഗൈഡൻസ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളതിനൊരു കാർഡ് നമുക്ക് എടുക്കാം ആദ്യം. ട്രാൻസ്ഫർമേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. യൂണിവേഴ്സ് ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ് വന്നിട്ടുള്ളത്. ഇതിന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഒറാക്കിൾ കാർഡും കൂടി എടുക്കാം. ഫെർട്ടിലിറ്റി അഗെയിൻ ഒന്നും കൂടെ. പ്രോസ്പെരിറ്റി ബിഗിനിങ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണത്. ടാരോട്ട് കാർഡ്സ് എടുക്കാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിനകത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഡിസെപ്ഷൻ ആൻഡ് എൻവി എന്നുള്ള കാർഡായിരുന്നു. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഓവറോൾ എനർജി നോക്കുമ്പം ഇതിൽ ഒരാളെങ്കിലും ചതിച്ചിട്ടുണ്ടാകാം. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചതിച്ചിട്ടുണ്ടാവുക. ഒരു ചതി, വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം റിലേഷൻഷിപ്പിൽ. ഫെർട്ടിലിറ്റി എന്നൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിട്ടുണ്ടാകാം, ഒരു ഫെമിനിൻ എനർജി കടന്നു വന്നിട്ടുണ്ടാകാം. അത് റീസണിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവുക. മേ ബി അത് മുൻപേ ഉള്ള ഒരാളായിരിക്കാം. മീൻസ് ഒരു വൈഫ് പോലെ, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ളൊരു സ്ത്രീ, വൈഫോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള ഏതെങ്കിലും ഫെമിനിൻ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് വഞ്ചന കാണിക്കുക, നിങ്ങളുടെ അടുത്ത് ചതി കാണിക്കുക റിലേഷൻഷിപ്പിൽ എന്നുള്ളൊരു രീതിയിൽ. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം ഇപ്പം നിലനിൽക്കുന്നത്. യെസ്, ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. ക്ലാരിറ്റി. ആ ഒരു ബ്രേക്കപ്പ്, സഡൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം. പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ടാകാം. റീസൺ ഇല്ലാതെ അവർ പെട്ടെന്ന് നിങ്ങളെ സൈഡാക്കിയിട്ടുണ്ടാകാം, കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ടവർ എനർജിയാണ്. ഇതൊരു ബ്രേക്കപ്പ് കാർഡാണ്. അത് പൂർണ്ണമായിട്ടും അവരതിനെ ബ്രേക്കപ്പ് ആക്കി പോയതുപോലെയുള്ളൊരു എനർജിയാണ്. അപ്പം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അത് തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇത് കൂടുതലും റെസൊനേറ്റ് ആവുക ഇതുപോലെ ഇങ്ങനെ ചതി കിട്ടിയിരിക്കുന്നവർ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫീമെയിൽ എനർജി എന്ന് പറയുമ്പം കൂടുതൽ എല്ലാവർക്കും ഫീമെയിൽ എനർജി എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഇടയിലേക്ക് തേർഡ് പാർട്ടി ആയിട്ട് മെയിൽ എനർജി ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ആ മെയിലിന് കൂടുതലും ഉള്ളതൊരു ഫീമെയിൽ എനർജി ആയിരിക്കും. അതായത് കെയറിങ് പോലെ, ഒരു അമ്മയുടെ എനർജി, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിൻ്റെ എനർജി ആയിരിക്കും ആ മെയിലിന് കൂടുതൽ ഉണ്ടാവുക. അതാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. കമ്മിറ്റഡ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നും കൂടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ റിലേഷൻഷിപ്പിനെ ഒരു ലവ് എനർജിയിലേക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൂടി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്.
കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് കേട്ടോ ഈ ബന്ധത്തിൽ. 8 ഓഫ് സോർട്സ് ആണ്. ഇവരിങ്ങനെ ശ്രമിക്കുമ്പോഴും ഇവർക്ക് ബ്ലോക്കുകളുണ്ട്, ചുറ്റിനും അവർക്ക് ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനു വേണ്ടി അത് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നല്ലാതെ അതിന് വേണ്ടിയിട്ടൊന്ന് ചുവടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അതായത് ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഇങ്ങനെ ചിന്തിക്കാനും മനസ്സിൽ അത് കൊണ്ടു നടക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. അതിൽ ബ്ലോക്കാണ്. ആ ഒരു വേണമെങ്കിൽ അവർക്ക് ഈ ബ്ലോക്ക് മാറ്റി അവർക്ക് ആക്ഷൻ എടുക്കാം. പക്ഷേ തേർഡ് പാർട്ടി ചിലപ്പം അത്രയും സ്ട്രോങ് ഉള്ള ആരെങ്കിലും ആയിരിക്കാം ഇവരുടെ ലൈഫിലുള്ളത്. കാരണം മേലെ സൺ കാർഡ് നിൽക്കുന്നുണ്ട്. അവർക്ക് വെളിച്ചം എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം. അതിന് ഈ പേഴ്സൺ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. ഒരു ബ്ലോക്ക് റീസൺ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ വെച്ചേക്കുവാണ്, ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ. 4 ഓഫ് പെൻഡക്കിൾ ആണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ കടന്നു വന്നിട്ട് ഒന്നും കൂടി ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, ഇപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഈഗോ നിൽക്കുന്നുണ്ടാകാം ഈ പേഴ്സണ്. കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ബ്ലോക്ക് നേരത്തെ ആക്കിയിട്ടുണ്ടാകാം. പക്ഷെ അവർ ബ്ലോക്ക് അഴിച്ചിട്ട് നിങ്ങളുടെ ഒരു മെസ്സേജ് പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ, ഈഗോ വിട്ടുകൊടുക്കാതെ നിങ്ങളായിട്ട്, അവരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നിങ്ങളായിട്ട് അങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ, നിങ്ങളായിട്ട് ഒന്നും കൂടെ എല്ലാം ബിൽഡ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ, ഒരു എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എനർജി ഉണ്ട്. ഇതൊക്കെ അവരുടെ നെക്സ്റ്റ് ആക്ഷനിൽ വരുന്നതാണ്. ഇതൊക്കെ അവരുടെ തോട്ട്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനിൽ എന്തായാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ് അവർ മെയിനായിട്ടും ആഗ്രഹിക്കുന്നത്, അത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം അതിന് പല വഴികളാണ് അവർ നോക്കുന്നത്. അതിലൊന്ന് എന്ന് വെച്ചാൽ അവർ ആലോചിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റാത്തതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. രണ്ടാമത്തത് എന്ന് വെച്ചാൽ അവർ ഈഗോ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്നും കൂടെ ചെന്നാലോ എന്നുള്ള തോട്ട്സ് ഉണ്ട്. ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പം അവർ തെറ്റാണെങ്കിലും അവർക്കത് അവിടെ നിങ്ങൾക്ക് മേ ബി ക്ലാരിറ്റി ഒക്കെ തരേണ്ടി വരുമായിരിക്കും. അപ്പം അതിലൊക്കെ ഒരു മടി ഉണ്ടാവുമായിരിക്കണം. 8 ഓഫ് പെൻഡക്കിൾ ആണ്. ഈ റിലേഷൻഷിപ്പിനെ ഒന്നും കൂടി ഒന്ന് സെക്യൂർഡ് ആക്കണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളുടെ പഴയ ബന്ധത്തേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം, ഒന്ന് സ്ട്രെങ്ത് കൊണ്ടുവരണം റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് തന്നെ. ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പം ഈ പേഴ്സൻ്റെ ഭാഗത്താണ് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവാതെ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്ന. അതിൻ്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എനർജിയിൽ ട്രാൻസ്ഫർമേഷനാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് ഈ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും ഇവരുടെ സോളിന്. അതിനനുസരിച്ച് ആ ഒരു സോള് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം ഈ പേഴ്സൺ എന്തായാലും അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം തന്നെയാണ്. അപ്പോൾ അത് സിറ്റുവേഷൻ എന്തോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ കറൻ്റ്ലി അവരുടെ ലൈഫിൽ വേണം. അപ്പം പക്ഷെ നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. മേ ബി നിങ്ങളുടെ തീരുമാനങ്ങൾ, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടയിലെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനം ഇപ്പം അവർ പറയുന്നത് പോലെ തന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കില്ല. അല്ലെങ്കിൽ ഇത്രയും ചതി ചെയ്ത ഒരാളെ പിന്നീടും അക്സെപ്റ്റ് ചെയ്ത് ലൈഫിൽ നമ്മൾ പണി മേടിക്കേണ്ടല്ലോ എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് അത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മാറിയിട്ടുണ്ട്, നിങ്ങൾ പഴയതുപോലെയല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരിക്കാം, ഇപ്പം പോകുന്നുണ്ടാവില്ലായിരിക്കാം, ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല, അങ്ങനെ ഒരാളല്ല എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും കൂടെ ബിൽഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പഴയതിനേക്കാൾ ഭംഗിയാക്കാം എന്നുള്ള ഒരു തോട്ട്സ് അവർക്കുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ടായിരുന്നത് 4 ഓഫ് കപ്സ് ആണ്. സ്നേഹം തരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്, പഴയതിലും അധികം സ്നേഹം തരാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ആക്ഷൻ അവരൊന്നും കൂടി റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും, ഇങ്ങനെയായിരിക്കും അവർ
ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ അവർ മേ ബി ആദ്യം തന്നെ അത് അക്സെപ്റ്റ് ആക്കണമെന്നില്ല, പക്ഷെ അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതിൽ ഹാപ്പിനെസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ്. ക്യൂനാണ് വന്നിട്ടുള്ളത്. പ്രിൻസസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, ഡാൻസർ ആണത്. ഒരു ബ്ലോക്ക് എനർജി. പീസ് വന്നിട്ടുണ്ട്. സമാധാനം ഇല്ലെങ്കിൽ സമാധാനം കണ്ടെത്താനാണ് പറയുന്നത് നിങ്ങളടുത്ത്. നിങ്ങൾക്ക് സ്വയം ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് അന്വേഷിച്ചിറങ്ങൂ. സമാധാനം കണ്ടെത്താൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലോക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ, ലൈഫിൽ ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ചേഞ്ചിനെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക, അതുപോലെ പ്രെയർ, കണ്ടിന്യൂസ്ലി പ്രെയർ ചെയ്യാം. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം നിങ്ങൾക്ക് ബ്ലോക്ക് വരികയാണ് എന്നുള്ളത്. എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ മെയിൻലി നിങ്ങളടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ എൻജോയ്മെൻ്റ് ആണ്. നിങ്ങളിപ്പം ഉള്ള ഈ ഒരു ഒറ്റയ്ക്കുള്ള ലൈഫ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ 2 കാർഡ് നെഗറ്റീവ് വന്നത് ആ ഹാപ്പിയെ മുടക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് വൈബ്രേഷൻസ് വരികയാണ്. അപ്പം അതിനുവേണ്ടി സൊല്യൂഷൻസ് എടുക്കാം. അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.